ഹോളിവുഡ് സ്റ്റൈൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഹോളിവുഡ് സ്റ്റൈൽ മേക്കിങ്, ഇങ്ങനെയൊക്കെ ഹോളിവുഡ് അല്ലാത്ത പല സിനിമ ഇൻഡസ്ട്രികളും തങ്ങളുടെ സിനിമയെപ്പറ്റി അവകാശപ്പെടാറുണ്ട്, മലയാള സിനിമകളും. അപ്പോൾ അവരുടെ ഭാഗത്ത് നോക്കുമ്പോഴത്തേനും ശരിയാണ്, ടെക്നിക്കലി ഏകദേശം ഹോളിവുഡിനോടൊക്കെ അടുത്ത് വരുമായിരിക്കാം. പക്ഷേ ഒരു മെയിൻ പ്രശ്നം അവിടെ ഉണ്ടല്ലോ, ഉണ്ടയില്ലാത്ത തോക്കെന്ന് പറഞ്ഞ പോലെയാണ് ഇവർ ഈ ഹോളിവുഡ് സ്റ്റൈൽ സ്ക്രിപ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഹോളിവുഡ് അല്ലാത്ത സിനിമകൾ ഇറക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കഥ പട്ടിക്ക് കൊള്ളാത്ത കഥയായിരിക്കും, കാശിന് കൊള്ളാത്ത കഥ, പഴയ ഫിലോസഫിക്കൽ കഥ, ആർക്കും വേണ്ടാത്ത കഥ. ഒരു സിനിമ ഒരാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ആൾക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടാകും, അതിനപ്പുറത്തോട്ട് അയാൾക്ക് പോലും അതിനോടൊരു താല്പര്യം കാണാൻ വഴിയില്ല. ശരിക്കും ഒന്ന് നോക്കി കഴിഞ്ഞാൽ അവർ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നം എന്താണ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ജീവിക്കുന്ന ജീവിതമല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. ഈ വേട്ടാവളിയന്മാരൊക്കെ ഇങ്ങനെ ജീവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എഴുതി വയ്ക്കുന്ന അത് തന്നെ അല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും സ്ക്രിപ്റ്റ് എന്താ പറഞ്ഞേ, ബയോളജിയോട് ശാസ്ത്രത്തോട് അടുത്ത് നിൽക്കുന്ന സ്ക്രിപ്റ്റ്, ബയോളജിയോട് അടുത്ത് നിൽക്കുന്ന സ്ക്രിപ്റ്റ്, എവല്യൂഷണറി ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, അങ്ങനെയാണ് ഇനി വേണ്ടത്. ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതാണ് ഇനി വേണ്ടത്. അതിന് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ കൊട്ടിഘോഷിച്ച പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കണ്ടിറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഒരു താല്പര്യമില്ലായ്മയാണ് ഫീൽ ചെയ്യുന്നത്. എന്താണ് നമ്മൾ ജീവിക്കുന്ന ജീവിതമായിട്ട് ആ സിനിമകൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിലൊക്കെ ആ സിനിമകളെക്കാളൊക്കെ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പിന്നെയുള്ള കുറച്ച് ക്രൈംസാണ്, അത് നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ അത് ക്രൈമാണ്. അതിനപ്പുറത്തോട്ട് എന്താണ് ഇപ്പോഴത്തെ സിനിമകളിലുള്ളത്? അപ്പോൾ ഹോളിവുഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതൊക്കെ ശരിയാണ്, ഉണ്ടയില്ല വെടിയാന്നുള്ളതേ ഉള്ളൂ, ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ്, ഹോളിവുഡ് സ്റ്റൈൽ സെറ്റപ്പുമായിട്ട് വന്നു കഴിഞ്ഞിട്ട് മൂഞ്ചി പോകുന്നത്. താങ്ക് യു.